എല്ലാവർക്കും മൈ ചാനൽ AG2ലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്കിൽ പ്രശസ്തമായ ഒരു അയ്യപ്പ ക്ഷേത്രം, കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ക്ഷേത്രത്തെ ചുറ്റി കിഴക്കൻ മലനിരകൾ സ്ഥിതി ചെയ്യും. ഇതിൻ്റെ ഒരു ഭാഗത്തു കൂടിയാണ് കല്ലടയാർ ഒഴുകുന്നത്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 5 ക്ഷേത്രങ്ങളിൽ ഒന്നാമത്തേതെന്ന് കരുതപ്പെടുന്ന ക്ഷേത്രമാണ് കുളത്തൂപ്പുഴ ശ്രീ ബാലശാസ്ത ക്ഷേത്രം. ശ്രീ ധർമ്മശാസ്താവിൻ്റെ ബാലകന്റെ രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തോട് ചേർന്നുള്ള സർപ്പക്കാവ് സംരക്ഷിത കാവുകളാണ്. കുളത്തൂപ്പുഴയാറ്റിലെ ക്ഷേത്രക്കടവിലുള്ള മത്സ്യങ്ങൾ ശാസ്താവിൻ്റെ തിരുമക്കളാണെന്നാണ് അറിയപ്പെടുന്നത്. വിട്ടുമാറാത്ത രോഗങ്ങൾ അകലുവാനായി ഈ മീനുകൾക്ക് ഊട്ട് നൽകുന്ന പതിവ് ഇവിടെയുണ്ട്. പ്രത്യേകിച്ചും ത്വക്ക് രോഗങ്ങൾ അകലുവാനായി ഇവിടുത്തെ മീനൂട്ട് പ്രസിദ്ധമാണ്. സഞ്ചാരപ്രിയനായിരുന്ന ഒരു ആചാര്യശ്രേഷ്ഠൻ കുളിക്കാനായി ആറ്റിലിറങ്ങി. ഒപ്പമുള്ളവർ ഭക്ഷണം പാകം ചെയ്യാനായി അടുപ്പ് കല്ല് സ്ഥാപിച്ചപ്പോൾ ഒരെണ്ണം എപ്പോഴും വലുതായി തന്നെ ഇരിക്കുന്നു. എത്ര മാറ്റിവെച്ചിട്ടും ശരിയാവുന്നില്ല. അങ്ങനെ അവർ ആ കല്ല് പൊട്ടിക്കുവാൻ തുടങ്ങി. ശക്തിയുള്ള ഇടിയിൽ കല്ല് 8 പിളർന്നു. ഇതിൽ നിന്നും രക്തപ്രവാഹം കണ്ട് അയാൾ ബോധം കെട്ടുകയും വിവരം അറിഞ്ഞെത്തിയ ആചാര്യശ്രേഷ്ഠൻ ധ്യാനത്തിൽ ചിതറിത്തെറിച്ച കല്ലിലെ ദൈവസാന്നിധ്യം മനസ്സിലാക്കി. വിവരം അറിഞ്ഞ കൊട്ടാരക്കര രാജാവ് അമ്പലം പണിയുവാൻ വേണ്ട ധനം അദ്ദേഹത്തിന് നൽകി. ചിതറിത്തെറിച്ച കഷ്ണങ്ങൾ പൂജ നടത്തി പ്രതിഷ്ഠിച്ചു. നാടിൻ്റെ ദേവനെ കണ്ടെത്തിയ കോട്ടത്തല കുടുംബത്തിന് പ്രതിഫലമായി 150 പറ നിലവും കരയും രാജാവ് നൽകി. രാജഭരണം അവസാനിച്ചപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നതോടുകൂടി ക്ഷേത്രം അവരുടെ കീഴിലായി. ബാലശാസ്താവായ കുളത്തൂപ്പുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനം, മനുഷ്യഹത്യ എന്ന പാപത്തിന് പരിഹാരമായി. പരശുരാമൻ തന്നെ പ്രതിഷ്ഠ നടത്തിയ 5 അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഒന്ന് കുളത്തൂപ്പുഴയിലാണെന്നാണ് സങ്കല്പം. കൊട്ടാരക്കര രാജാക്കന്മാരാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ബാലനായി കുടികൊള്ളുന്ന ശ്രീ ധർമ്മശാസ്താവിനൊപ്പം ഗർഭഗൃഹത്തിൽ ശിവന്റെ പ്രതിഷ്ഠയും കൂടി പ്രതിഷ്ഠിച്ചിരിക്കും. നാലമ്പലത്തിനകത്ത് ഗണപതി, നാലമ്പലത്തിന് പുറത്ത് മാമ്പഴത്തറ ഭഗവതി, ഭൂതത്താൻ, നാഗരാജാവ്, നാഗരമ്മ, യക്ഷി, ഗന്ധർവൻ എന്നീ ഉപദേവതകൾ കിഴക്കോട്ട് ദർശനമുള്ള ക്ഷേത്രത്തിന്റെ വലതുഭാഗത്തായി ക്ഷേത്രം വക സർപ്പക്കാവ് എന്നിവയും കാണപ്പെടുന്നു. ക്ഷേത്രക്കടവിലുള്ള മത്സ്യങ്ങളെ തിരുമക്കൾ എന്നാണ് പറയുന്നത്. ബ്രഹ്മചാരിയായ ശാസ്താവിനെ സ്നേഹിച്ച കന്യകയോട് മത്സ്യരൂപത്തിൽ ആറ്റിൽ കിടന്നുകൊള്ളാൻ അനുവദിച്ചു എന്നാണ് വിശ്വാസം. വർഷങ്ങൾക്ക് മുമ്പ് വെള്ളപ്പൊക്കത്തിൽ കുളത്തൂപ്പുഴയിൽ മുഴുവൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും ക്ഷേത്രത്തിനോ ആറ്റിൻകരയിലെ മത്സ്യകന്യകാ വിഗ്രഹത്തിനോ ഒന്നും സംഭവിച്ചില്ല. മനുഷ്യനോളം വലിപ്പമുള്ള മനുഷ്യരുമായി ഇണങ്ങിപ്പോകുന്ന മീനുകളെ ഇന്നും കാണാൻ കഴിയും. ഈ മീനുകൾക്ക് അരി, കടല, മലർ എന്നിവയാണ് ഭക്തജനങ്ങൾ നൽകുന്നത്. നിർഭയമായി കഴിയുന്ന മീനുകൾ മനുഷ്യനോട് അടുത്തു വന്ന് തീറ്റകൾ സ്വീകരിക്കും എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. മീനുകൾക്ക് ആഹാരം നൽകുന്നവരുടെ ത്വക്ക് രോഗങ്ങൾ പൂർണ്ണമായും മാറുമെന്നാണ് വിശ്വാസം. ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക പൂജകളോടെ ക്ഷേത്രം മേൽശാന്തി പൂജാദ്രവ്യങ്ങളായ പായസം, വെള്ളച്ചോറ് എന്നിവ മീനുകൾക്ക് കൂട്ടുന്ന ചടങ്ങാണ്.